നമസ്കാരം. നാം ഇന്നലെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് തെറ്റിദ്ധരിക്കപ്പെട്ട ആയില്യ നക്ഷത്രത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത് വ്യക്തി ജീവിതം പരാജയമോ, അതായത് വ്യക്തിപരമായി ഒരു കുടുംബത്തിലുള്ള മറ്റെല്ലാ വ്യക്തികളും സഹോദരങ്ങളും ബാക്കി എല്ലാവരും തന്നെ നല്ല സ്ഥാനത്ത് നല്ല ജോലിയോ ഇല്ലെങ്കിൽ ബിസിനസ്സോ അങ്ങനെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും അതുപോലെ തന്നെ പ്രശസ്തിയുമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ ചില വ്യക്തികൾക്ക് ഇത് വളരെ പരാജയമായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഫെങ്ഷുയി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത് നിങ്ങൾ ജനിച്ച മാസവും വർഷവും ദിവസവും എടുത്ത് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഭാഗ്യ നമ്പർ, അതായത് ഫെങ്ഷുയി പറയുന്നത് കുവാ നമ്പർ എന്നാണ് പറയുന്നത്, കുവാ നമ്പർ കിട്ടും. അത് ഈസ്റ്റ് ഗ്രൂപ്പോ വെസ്റ്റ് ഗ്രൂപ്പോ പെട്ട ഒരാളായിരിക്കും, ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ഇപ്പോൾ നമ്പർ 1 എന്ന് പറയുന്നത് ഈസ്റ്റ് ഗ്രൂപ്പിലും നമ്പർ 2 എന്ന് പറയുന്നത് വെസ്റ്റ് ഗ്രൂപ്പിലുമാണ് വരുന്നത്, അതായത് കിഴക്ക് ഗ്രൂപ്പിലും പടിഞ്ഞാറ് ഗ്രൂപ്പിലുമാണ് വരുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമ്പർ 1 ഇരിക്കട്ടെ നിങ്ങളുടെ കുവാ നമ്പർ, അപ്പോൾ നിങ്ങൾ ഈസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഭാഗ്യ ദിശകളെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഭാഗ്യം തേടിത്തരുന്ന ദിശകളെന്ന് പറയുന്നത് തെക്ക് കിഴക്ക്, തെക്ക് വടക്ക് കിഴക്ക്, സൗത്ത് ഈസ്റ്റ് സൗത്ത് നോർത്ത് എന്നീ സെക്ടറുകളായിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെക്ടറിലുള്ള റൂമിൽ വേണം നിങ്ങൾ കിടക്കുവാൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും നല്ല ദിശയായിട്ടുള്ള സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് മൂലയിൽ നിങ്ങൾ മറ്റ് സാധനങ്ങളോ ഉൽപ്പന്നങ്ങളോ ഒന്നും നമുക്ക് പരിചയമില്ലാത്ത ഒന്നും വെക്കേണ്ടതില്ല. നിങ്ങളുടെ റൂമിൻ്റെ തെക്ക് കിഴക്ക് മൂലയെ നമ്മൾ ഉത്തേജിപ്പിക്കുക, എൻഹാൻസ് ചെയ്യുക, അതിനെ പോസിറ്റീവാക്കുക. അതിനുവേണ്ടി നല്ല സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്തർ വാങ്ങിയിട്ട് നമ്മുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം, ഇല്ലെങ്കിൽ നോർത്ത് വശത്ത് വയ്ക്കാം. എവിടെയാണോ നിങ്ങൾക്ക് വയ്ക്കാനായിട്ട് അത് പ്ലേസ് ചെയ്യുവാൻ സൗകര്യമുള്ളത് ആ ഭാഗത്ത്, എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് നിങ്ങൾ എൻഹാൻസ് ചെയ്യേണ്ടത് എന്നിരിക്കട്ടെ. ആ ഭാഗത്തായിട്ട് നിങ്ങൾ കുറച്ച് അത്തറോ ഇല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങളോ ഒക്കെ വെച്ച് നമുക്കവിടെ കൂടുതൽ പോസിറ്റീവ് ആക്കുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഫെങ്ഷുയിക്കില്ല എന്നാണ് ആ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നത്.